മോഹൻലാലും ശ്രീനിവാസനും ഒന്നിക്കേണ്ട ഒരു സിനിമ ഉണ്ടാവും. മോഹൻലാൽ ചേട്ടാ അതൊരു ഫേക്ക് സാധനമാണ് തോന്നുന്നത്. അങ്ങനത്തെ പച്ചക്കള്ളം പറഞ്ഞ് കളനായാള് ഇതുവരെ കാശൊന്നുമില്ല. എല്ലാം ഓർത്തിരിക്കാം, ഞാനിതെല്ലാം ഓർക്കും. എല്ലാം തുറന്നു ഞാൻ പലതും തുറന്ന് പറയില്ല, പക്ഷെ അവൻ ഇങ്ങനെ തുറന്ന് പറയും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ആകെപ്പാടൊരു അബദ്ധം പറ്റിയ വഴിയാന്ന് തോന്നുന്നു. നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന എനിക്കെന്താ ഗുണമെന്ന് ഞാൻ ചോദിച്ചു. പൈസക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണം. പൈസക്ക് വേണ്ടി മാത്രമാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞ 5000, ഇത്ത കാര്യങ്ങളാണെങ്കിൽ കാര്യങ്ങൾ 10000. വേറെ ആൾ കല്യാണം കഴിക്കണം നേരത്തെ പ്രാവശ്യം പറഞ്ഞു. കല്യാണം നടക്കുന്ന മോഹം മനസ്സിലിരുന്നോട്ടെ. അപ്പൊ പ്രിയ പ്രേക്ഷകരെ നമസ്കാരമുണ്ട്. എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിച്ചേട്ടനും കുടുംബമാണ്. ഒത്തിരി നാളുകൾ ശേഷമാണ് ശ്രീനിച്ചേട്ടനും കുടുംബവും ഒരുമിച്ച് ഒരു അഭിമുഖത്തിന് എത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുമിച്ച് ഇന്റർവ്യൂവിനൊക്കെ വന്നു. പക്ഷേ ഇപ്പോഴും ഇവരുടെ റൊമാൻറ്റിക് ഒക്കെ നമുക്ക് പോയി ഇന്നത്തെ ഇന്റർവ്യൂവിലൊക്കെ കാണാൻ പറ്റും. ശ്രീനിച്ചേട്ടൻ അതൊക്കെ റെഡി ആയിട്ടിരിക്കും അല്ലേ ശ്രീനിച്ചേട്ടാ? ഞാൻ റെഡി ആയിട്ടിരിക്കണം, പക്ഷെ എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു പോകും. നമ്മൾ കുറെ ആയില്ല കണ്ടിട്ട് അല്ലേ? അതെ, എന്നെ ശ്രീനിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അപകടമല്ലേ? നമ്മൾ കാണണ അതെ. എന്താണ് അപകടം? അല്ല, എന്താ കണ്ടുകൊണ്ടുള്ള ഗുണമൊന്നുമില്ലേ? നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ മേലേ? നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്കെന്താ ഗുണമെന്ന് ഞാൻ ചോദിച്ചു. ശ്രീനിച്ചേട്ടൻ അതുകൊണ്ട് എനിക്ക് കാശ് കിട്ടും. പൈസക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണം. പൈസക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ എത്ര രൂപയാണ് നല്ല കാര്യം പറയാൻ? എത്ര രൂപയാണ് ചീത്ത കാര്യം പറയാൻ? എത്ര രൂപയാണ്? നല്ല കാര്യങ്ങൾ പറഞ്ഞ 5000, ചീത്ത കാര്യങ്ങളാണെങ്കിൽ ചീത്ത കാര്യങ്ങൾ 10000. അപ്പൊ നല്ല കാര്യങ്ങൾ മതി എനിക്ക്. ഓക്കെ ആണോ? ശരി, എന്നാ പൈസ. അല്ല, പൈസ പണ്ട് ചെക്കല്ലേ സിനിമയ്ക്കാണ്, അതുപോലെ ചെക്ക് കയറി ഞാൻ ചെക്കൊന്നും വേണ്ട. ഗൂഗിൾ പേ ഫോൺ ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ ഫോൺ ഏതിലാ? ചാനലുകാര് എനിക്ക് 50000 രൂപ കള്ളന്മാര് ഇതുവരെ കാശൊന്നുമില്ല. 5 കൊല്ലായി. അതൊക്കെ തരുന്നേ. അത് എയർലക്സ് എന്ന് പറയുന്ന അവിടെ ഞാൻ തൃശ്ശൂർ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് പറഞ്ഞു കോമഡി അവാർഡ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, എനിക്കിവിടെ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഈ അവാർഡ് 50000 രൂപയുണ്ട് അങ്ങനെയാന്ന് പറഞ്ഞിട്ട് കുറേ നിർബന്ധിച്ചു. ആ നിർബന്ധിച്ച് ആളെ പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവസാനം ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എയർലക്സിന്റെ ഹാളിൽ ഞാൻ എത്തി. അങ്കമാലിയിൽ. എന്നിട്ട് അവാർഡ് എന്തോ ഇതെന്ന് പറഞ്ഞ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അങ്ങനെന്തോ ഭയങ്കര പേര്. നമ്മൾ കേൾക്കാത്തൊരു പേര്. ഞെട്ടിപ്പോ അങ്ങനത്തെ ഒരു പേര്. നമ്മളെ അച്ചീവ് ചെയ്തിട്ടില്ല ഒന്നും. പക്ഷെ ഇത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ അച്ചീവ് ചെയ്തു. അങ്ങനെ 50000 രൂപയുടെ ഒരു കവർ എനിക്ക് തന്നു. എന്നെ വിളിച്ച ആള് എന്നോട് പറഞ്ഞു, ചേട്ടാ അതൊരു ഫേക്ക് സാധനമാണ് തോന്നുന്നത്, പൈസ വേറെയുണ്ട്, ഒന്ന് അക്കൗണ്ട് നമ്പർ അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ കള്ളൻ എന്നോട് പറയാം അത് ക്രോസ് ചെയ്ത ഒരു ചെക്ക്, എൻ്റെ ആധാർ കാർഡ്. അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തോ പൈസ ഉണ്ടായിരുന്നു. അവരിനോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. ആ അക്കൗണ്ടിൽ പൈസ അയക്കുകയും ചെയ്തു. പോലെ അവാർഡ് എനിക്ക് കിട്ടിയത് ചിന്താവിഷ്ട ശ്യാമള എന്ന സിനിമക്കാണ്. അതർ സോഷ്യൽ ഇഷ്യൂസിൻ്റെ ഏറ്റവും നല്ല ഫിലിമായിട്ട് ആ പടം അക്കൊല്ലം സെലക്ട് ചെയ്തു. അതിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് പോലും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഇവരാവശ്യപ്പെടുന്നത്. എൻ്റെ
ജാതകം വരെ ഇവർക്ക് വേണം, എന്നാലേ ആ പൈസ കിട്ടുമെന്നായി. അവിടെ പോയിട്ട് മുഴുവൻ കള്ളങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ, എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവസാനം എന്നെ വിളിച്ചാണ്. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാനൊരു സാധാരണക്കാരനല്ല എന്ന് പുള്ളിക്ക് അവിടെ തെളിയിക്കണം. അപ്പോൾ പുള്ളി പറയുകയാണ്, മമ്മൂട്ടിയും മോഹൻലാലൊക്കെ അഭിനയിക്കുകയുള്ളൂ, ഇദ്ദേഹം അഭിനയിക്കും, സംവിധാനം ചെയ്യും, എഴുതും. അപ്പോൾ അവരെക്കാളും വലിയ സൂപ്പർ സ്റ്റാറാണ് ഇദ്ദേഹം. അങ്ങനത്തെ പച്ചക്കള്ളം പറഞ്ഞ കള്ളനയാള്. നിങ്ങൾ അങ്ങനത്തെ ആളല്ലേ? അഭിനയിക്കും, എഴുതും, ഡയറക്റ്റ് ചെയ്യും. ഞാൻ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും ഒരിക്കലും സൂപ്പർ സ്റ്റാർ എല്ലാ മേഖലയിലും. എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഇയാൾ വിളിച്ചുകൊണ്ട് വന്നത് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും വലിയൊരാളാണ് ഞാൻ അവിടെയുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നോണ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ കള്ളം പറയുന്ന ആൾക്കാർ കള്ളനല്ലേ? ആ കള്ളന്റെ കീഴിലുള്ള വേറൊരു കള്ളനാണ് എനിക്ക് ഈ പൈസ 50,000 രൂപ ഇതുവരെ ഓർത്തിരിക്കുവല്ലേ? എല്ലാം ഓർത്തിരിക്കും. ഞാൻ ഇതെല്ലാം ഓർക്കും. എല്ലാ കാര്യവും ഓർമ്മയുണ്ടല്ലേ? അതെ, അത് നന്നായി. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഓർത്തിരിക്കണം എല്ലാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം. നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം. ആ ഓർമ്മയിലുള്ളപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെ? എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചേച്ചിയിൽ ഭാര്യയാണ്, ചേച്ചിയെ കുറിച്ചുള്ള നല്ല ഓർമ്മ എന്താണുള്ളത്? പറയണം. ചേച്ചിയെ കുറിച്ചിട്ട് നല്ല ഓർമ്മകളൊന്നുമില്ല. ഒന്നുമില്ലേ? ചേച്ചി കേട്ടല്ലോ ഒന്നുമില്ല എന്ന് പറയണ. ചേച്ചി ചോദിക്കാം. നല്ല ഒന്നുമില്ല. എനിക്ക് അകപ്പാടൊരു അബദ്ധം പറ്റിയ വഴിയാന്ന് തോന്നുന്നു. ചേച്ചി കേട്ടല്ലോ, പറഞ്ഞോട്ടെ അല്ലേ? പറഞ്ഞോട്ടെ. ഒരിക്കലും അബദ്ധമല്ലാന്ന് ശ്രീചേട്ടൻ അറിയാ. ചിരിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇപ്പോഴും വേറൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണോ? ഇഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തമാക്കി കഴിഞ്ഞാൽ എനിക്ക് സമാധാനാവും. കേട്ടല്ലോ അല്ലേ? ചേച്ചി ചോദിക്കാം, ആരാന്ന് ചോദിക്കേ? ധൈര്യം വേണ്ടി ആരാന്ന് പറയാം. ഇപ്പോഴും ചോദിക്കാൻ ധൈര്യമില്ല. ചേച്ചി ചോദിക്കാൻ ധൈര്യമില്ലാന്നുണ്ടോ? ശ്രീചേട്ടൻ കള്ളം പറയല്ലോ കേട്ടോ. ഞാൻ ഇത് കള്ളം. ആളെ പേര് ഞാൻ പറയില്ലെങ്കിലും ഇപ്പൊ ചെലപ്പോ പറയില്ല. പക്ഷെ ആളുണ്ട്, ഇവളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ആള് കല്യാണം കഴിക്കണം നേരത്തെ പ്രാവശ്യം പറഞ്ഞു. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ അപ്പൊ ഞാൻ നോണ പറഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പായില്ലേ? കല്യാണം കഴിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അത് ഇപ്പോഴും പറയുന്നുണ്ട്. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു നടക്കുന്നു. സിനിമയിൽ ഒത്തിരി കല്യാണം കഴിച്ചിട്ടില്ലേ? അതുപോലെ ജീവിതത്തിൽ ഇനിയും കല്യാണം. അതായത് മെനിയെന്ന് ഇവിടെ ഒരു ഡോക്ടർ വന്നു. ആ ഡോക്ടർ കൊണ്ടുവന്ന ആള് പറഞ്ഞു, കുട്ടികളില്ലാത്തവർക്ക് അങ്ങനത്തെ ചികിത്സയൊക്കെ അറിയാവുന്ന ആളാണ് കുട്ടികളുണ്ടാവാൻ. ഞാൻ പറഞ്ഞ് എനിക്കൊന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ വേണം. കാരണം ജയന് 34ാമത്തെ വയസ്സായത്. ഈ 34 വയസ്സിന് ഇപ്പോഴത്തെ എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് കുറച്ച് കുട്ടികളെ വേണം. അവിടെ അദ്ദേഹത്തൊക്കെ അളന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞല്ലോ എനിക്ക് വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെ. അതൊക്കെ നടക്കട്ടെ. ചേച്ചി പക്ഷെ സമ്മതിക്കില്ല. കല്യാണം നടക്കുന്ന മോഹം മനസ്സിലിരുന്നോട്ടെ. അത് മോഹം പറയണൊക്കെ നമ്മള് കേൾക്കും അല്ലേ ചേച്ചി? മോഹം മനസ്സിലിരുന്നോട്ടെ. ഞാൻ എവിടെയെങ്കിലും ചെയ്യും. കല്യാണം കഴിച്ചാൽ ഞാൻ തന്നെ ചെയ്യും, ഞാൻ തന്നെ കല്യാണം കഴിക്കും. ഇപ്പൊ പറയില്ല. പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ പറയില്ല. അപ്പൊ ആ ഒരു കാര്യം ഓക്കെ.
അതിനൊരു തീരുമാനമായല്ലോ. അതെ. ശ്രീനി ചേട്ടൻ ഒരു തീരുമാനമായില്ലേ? എനിക്ക് തീരുമാനം കിട്ടിയില്ല. ചേച്ചി തീരുമാനം പറഞ്ഞു. എനിക്ക് കാര്യം പറയാൻ എന്താ ചെയ്യാന്ന്. അതിപ്പോ പറയില്ല, കല്യാണം കഴിച്ചു കാണിച്ചാലേ പറയൂ. അതെ അതെ അതെ. ആ കാര്യം ഇപ്പൊ എന്ത് പറയാനാ, കഴിച്ചത് കണ്ടാലും പറയാന്നല്ലാതെ. ഒരു തോക്കി കയറി വെടി വെക്കണില്ല ചേച്ചി. അപ്പൊ ശരിക്കും കല്യാണം കഴിക്കാന്നുണ്ട് ഞാൻ ശരിക്കും കല്യാണം കഴിച്ചോളൂ, കഴിക്കണ്ടെന്ന് പറയുന്നില്ല. ആ കാര്യം തീരുമാനമായി. ധ്യാനും വിനീതും അല്ലേ? ധ്യാനും വിനീതും. ഈ ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ കാണാറില്ലേ? ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ ചിരിക്കാറുണ്ടോ? ശരിക്കും പറ്റുന്ന കാര്യങ്ങള് അതിന് വകുപ്പുണ്ടെങ്കിൽ ശരിക്കും. അവൻ അച്ഛനെ പോലെയാണ്, എല്ലാം തുറന്നു പറയും. ധ്യാൻ എല്ലാം തുറന്നു പറയും. ഞാൻ പലതും തുറന്ന് പറയില്ല, പക്ഷെ യഥാർത്ഥത്തിൽ. അതെയോ? അതെ, ഉറപ്പാ? ഉറപ്പ്. അവൻ ഇങ്ങനെ തുറന്ന് പറയുന്നു. അത് തുറന്നു പറയുമ്പോ എന്ത് തോന്നും ശ്രീനി ചേട്ടന്? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടം? എന്റെ സ്വഭാവം നേരെ തിരിച്ചാണ്. പലതും ഞാൻ തുറന്ന് പറയില്ല. അപ്പൊ അവൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെടില്ല. എന്നെ അവന്റെ അഭിനയമൊക്കെ ഇഷ്ടമല്ലേ? ധ്യാന്റെ സിനിമ അഭിനയമൊക്കെ അവൻ അഭിനയിക്കുന്നുണ്ട്. ഈ കൗണ്ടർ അടി നിർത്തിയിട്ടില്ല അല്ലേ? കൗണ്ടർ അടി നിർത്തിയിട്ടില്ല അല്ലേ? കൗണ്ടർ അടി നിർത്തിയിട്ടില്ല അല്ലേ? ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീനി ചേട്ടൻ ആശുപത്രി കണ്ടെങ്കിൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞ കഥ. ആ കഥ എങ്ങോട്ടാണ്? പൊറോട്ട ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും സന്ദർഭത്തിൽ അസുഖമൊന്നും ഇല്ലാത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. പൊറോട്ട വേണമെന്നോ? ഓ, ഞാൻ കൊല്ലത്തിൽ ഒരിക്കലെങ്ങാനും ഒരു പൊറോട്ട തിന്നെങ്കിലായി, അത്രയേ ഉള്ളൂ. അത് പലപ്പോഴും നീയാട്ടന്റെ കൂടെ പുറത്തു പോകുമ്പോ ഇന്ന് ഒരു പൊറോട്ടയല്ല ആവാന്ന്, മറ്റു വീട്ടിൽ കയറ്റിയിട്ടൊന്നും പൊറോട്ട പണ്ട് മുതലേ പൊറോട്ട കയറ്റാറില്ല. ഓ, ഇവര് ഇഷ്ടപ്പെട്ടു പോകുന്നതിന് പൊറോട്ട വീട്ടിൽ കയറ്റൂല. അങ്ങനത്തെ മോശം സാധനമൊന്നും കഴിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പൊറോട്ട മോശം സാധനമാണോ? മൈദ കൊണ്ട് അടിച്ച്, അങ്ങനെ കേരളത്തിന്റെ ദേശീയ ഭക്ഷണം എന്നാ പറയണത്. മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. മാത്രമല്ല, ഒരു പൊറോട്ടക്ക് 10 ഗ്ലാസ് വെള്ളം കുടിച്ചാലേ വയറ് ശരിയാവും. അതുപോലത്തെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിക്കരുത് എന്നാ പറയുന്നത്. പക്ഷെ വല്ലപ്പോഴും ഒന്ന് ഇപ്പൊ നീട്ടന്റെ കൂടെ പുറത്തെല്ലാം പോകുമ്പോ നീട്ടം കഴിക്കാറില്ല. ഒരു പൊറോട്ട അന്നേരം ഞാൻ കഴിക്കും. അതുപോലെ ധ്യാന് എപ്പോഴെങ്കിലും അമ്മക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടായി പറയുന്നത്. അപ്പൊ ഇപ്പം പുറത്തല്ലേ ഉള്ളു, അന്നേരം ഒരു പൊറോട്ട കഴിക്കാൻ എന്നുള്ള അർത്ഥത്തില്. ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ അമ്മയും കാണുന്നുണ്ടല്ലോ. ഞാൻ എല്ലാം ഒന്നും കാണാറുണ്ടല്ലോ. അപ്പൊ ഈ കഥകളൊക്കെ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് കുറെ സങ്കടം ഉള്ളത് കൊണ്ട് അങ്ങനെ എല്ലാ ഇന്റർവ്യൂ ഞാൻ കാണാറില്ല. എന്ത് സങ്കടം? അതെല്ലാം ഓരോന്നുണ്ടാവുമോ. അപ്പൊ ഞാൻ പറഞ്ഞതിൽ സങ്കടമുണ്ടോ? അങ്ങനെയല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തോ സങ്കടമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തോ സങ്കടമുണ്ട് അല്ലേ? ആര്? ധ്യാനൂട്ടൻ. ധ്യാൻകുട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? അങ്ങനെ പറഞ്ഞതിന് ഞാനൊരു ജോക്കായിട്ട് പറയണല്ലോ അതൊക്കെ. അത് തന്നെ. അല്ല, അതൊക്കെ അങ്ങനെ പറഞ്ഞു ഒരു തമാശ രീതിക്ക് എടുത്താൽ മതി അല്ലേ? ഒരു അമ്മയെ കുറിച്ച് മോൻ തമാശ രീതിക്ക് പറയുന്ന കാര്യം, മോനെ കുറിച്ച് അമ്മമാരും അച്ഛന്മാരും തമാശ രീതിക്ക് പലതും പറയാറില്ലേ? അതാ തമാശ രീതിക്ക് നമ്മൾ എടുക്കാവുള്ളൂ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ആൾക്കാരൊക്കെ മൊത്തം തമാശയിലെ എടുക്കും, കുഴപ്പമില്ല. ആൾക്കാര് മൊത്തം തമാശയിലല്ലേ അവന്റെ സംസാരം കാണുന്നത്. ഞാനെല്ലാം മാറിയിപ്പോ. ഞാൻ എന്റെ ഒരു ലാസ്റ്റ് ഇന്റർവ്യൂ പറഞ്ഞു, അതോടുകൂടി ഇന്റർവ്യൂ നിർത്തുകയെന്ന് പറഞ്ഞു. എന്റെ ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ്, തമാശയും ചിരിയൊന്നും ഇല്ലായിരുന്നു. നല്ല ഗൗരവമായിട്ട് കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ധ്യാൻ. പക്ഷേ അവൻ ചെറുപ്പത്തിലൊക്കെ പഠിക്കാനെല്ലാം മിടുക്കനായിരുന്നു. വിനീതൂട്ടനേക്കാളും ഒന്നും കൂടി ഷാർപ്പ് ബ്രെയിൻ ആയിരുന്നു അവൻ്റെത്. പിന്നെ അച്ഛൻ തന്നെ റാണി ചെയ്യുന്ന പ്രൊഫഷൻസി പ്രൈസ് കൊടുത്തിട്ടുണ്ട് അവന്. അതിന് ഫോട്ടോ ഉണ്ട്. വിനീതൂട്ടന് 10ാം ക്ലാസ്സിൽ മാപ്പിളപ്പാട്ടിന് സ്റ്റേറ്റില് പ്രൈസ് കിട്ടിയില്ലേ? ആ സമയത്ത് ധ്യാനൂട്ടന് അച്ഛൻ പിന്നെ പ്രൊഫഷൻസി പ്രൈസും കൊടുത്തിരുന്നു. വിനീതൂട്ടന് ഗോൾഡ് മെഡല് അത് അച്ഛൻ തന്നെയാണ് കൊടുത്തത്. അവര് റാണിജിന്ന് അച്ഛനെ ഇൻവൈറ്റ് ചെയ്തു അവിടുത്തെ ആനിവേഴ്സറിക്ക്.
അപ്പോൾ ഏട്ടൻ തന്നെയാണ് രണ്ടുപേർക്കും കൊടുത്തത്. പിന്നെ നമ്മള് ആ സമയത്ത് പിന്നെ രഞ്ജിത്തിന്റെ ഏതൊരു സിനിമ, ശോഭന അഭിനയിക്കുന്ന ഒരു സിനിമ, ശോഭന അഭിനയിക്കുന്നു, ഷൂട്ടിങ് എവിടെ നടക്കുകയാണ്. അപ്പോൾ വിനീതിൻ്റെയും അമ്പൽപ്പാട്ടിൽ ഒന്നാം സമ്മാനം കിട്ടിയ വിനീതിൻ്റെയും ഇവളാണ് എപ്പോഴും കൊടുക്കുക. ഇവളുടെ ഫോട്ടോ മാതൃഭൂമിയിലെ മറ്റോ വന്നത് രഞ്ജിത്ത് ശോഭനയെ കാണിച്ചു. അപ്പോൾ വിനീത് ഏകദേശം അന്നത്തെ എൻ്റെ ഒരു മുമ്പ് തോന്നും. അപ്പോൾ ശോഭനയോട് രഞ്ജിത്ത് പറഞ്ഞ്, കണ്ടോ, പിന്നെ പുള്ളിയുടെ ഭാര്യയും മോനുമാണെന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് തിരുവനന്തപുരത്തോ മറ്റോ. ഉടൻ സ്വീകരിക്കണം ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടിയെന്ന്. അപ്പം ശോഭനയ്ക്ക് സംശയം, അവർ അന്തമാതിരിയുള്ള കടയെന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞ് വിശ്വസിച്ചിട്ട് സത്യമാണ്, ഭയങ്കര പ്രശ്നത്തിൽ. അങ്ങനെ ശോഭനെ കാണുമ്പോഴൊക്കെ ഇത് പറയാൻ ചോദിക്കണമെന്നുണ്ട്, പറയാനൊരു മടി. പറഞ്ഞ് വിശ്വസിപ്പിച്ചോ? ശോഭനനെ വിശ്വസിപ്പിച്ചു? ശോഭന പറഞ്ഞ അന്തമാതിരി ആളല്ല എന്നൊക്കെ പറഞ്ഞു. അതെ. അതുകൊണ്ട് ഇവർക്ക് ഈ കേസ് എന്തായി അറിയാനുള്ള താല്പര്യമുണ്ട്. എൻ്റെ മുകളിൽ അതേ മോനില്ല, അതുകൊണ്ടാണ് വിശ്വസിച്ചു പോയത്. ശരിയായിരിക്കും, അറിയില്ല, ആൾക്കാർ പല വിധത്തിലല്ലേ. മാനത്തെ വെള്ളിത്തേര് എന്ന് പറഞ്ഞ് സിനിമയുടെ ഷൂട്ടിങ്ങിന് സമയത്ത് അവിടെ വളരെ തമാശയുണ്ട്, അധികം പറയാം. പക്ഷെ എന്നോട് പതുക്കെ ശോഭന ചോദിച്ചു, ഇങ്ങനെ അവർക്ക് മലയാളം അവിടെ അത്ര സംസാരിക്കാൻ അറിയില്ല. മലയാളിയാണെങ്കിലും തമിഴ്നാട്ടിൽ ജനിച്ചു മുളന്ന പിടിച്ചൊക്കെ ഇന്തമാതിരി വിഷയം എഴുതപ്പെട്ട അത് എപ്പോഴും അച്ഛന്ന്. ഞാൻ പറഞ്ഞ് അന്ധവിഷയം സോൾവായിരിച്ചു, വളരെ നിറയെ വിഷയങ്ങൾ ഇരിക്കുന്നു. ഒത്തിരി വിഷയങ്ങൾ വീണ്ടും ഇരിക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാനിത് പ്രൊഫഷണലായിട്ട് എടുത്തിരിക്കുന്നു. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ ഇങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ടല്ലോ അല്ലെ? അന്ന് ചേച്ചിയാണല്ലോ ഇവരുടെ സ്കൂളിലൊക്കെ പോണ അല്ലെ? ഈ മത്സരത്തിന് മുമ്പ് ചേച്ചിയാണോ കൂടെ പോകുന്നത് അല്ലെ? ചേട്ടൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആയിരിക്കും അല്ലേ? ഈ ചെന്നൈയിലുള്ള ജീവിതമാണ്, ചെന്നൈയിൽ ആയിരുന്നല്ലോ ജീവിതം അല്ലേ? ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചെന്നൈയിൽ അച്ഛന്റെ ജീവിതത്തിൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ധ്യാൻകുട്ടനെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേ, അച്ഛനൊക്കെ ചെന്നൈയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്, അന്നൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ അച്ഛനെ. അത് വലിയ പ്രയാസത്തോടുകൂടിയാ ധ്യാൻകുട്ടൻ പറഞ്ഞത്. ധ്യാനല്ല, അച്ഛനെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അന്ന് സിനിമാക്കാര്. അച്ഛനെ നോക്കിയിട്ടൊന്നുമില്ല. അന്ന് അച്ഛനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാലോ ചെന്നൈയില്. അന്നൊന്നും അച്ഛനെ ഒന്നും ആരും തിരിഞ്ഞു നോക്കാണ്ട് ഒത്തിരി ആളുകളുണ്ട്. ഇന്നിപ്പോ അച്ഛനൊക്കെ വലിയ കാര്യമാണ് അവർക്ക്. അതെ, അന്ന് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പിന്നെ മുക്കാൽ ഭാഗം കഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല, പൈസ ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. പൈസയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പിന്നെ നമ്മള് കഷ്ടപ്പെടായി തോന്നിയിട്ടില്ല. പൈസ എല്ലാം വേണം. ഇവര് പിന്നെ ജനിച്ചപ്പോഴേ ചേട്ടൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ. പക്ഷേ ചേട്ടൻ പൈസ ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചോണ്ട് ചേട്ടൻ അതൊരു കഷ്ടപ്പാടായി തോന്നിയിട്ടില്ല ഒരിക്കലും. അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അത് കഷ്ടപ്പാടായിട്ട് ചേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, കഷ്ടപ്പാടായിട്ട് അനുഭവപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ ഒരുമിച്ച് ചേച്ചിക്കും എനിക്കും ഇല്ല. എനിക്ക് ഒരു കണക്കിന് പണ്ടാ നല്ലത് എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം ഈ വലിയൊരു വീടും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിടിക്കുന്നതും എന്നെല്ലാം പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് പണ്ടാ നല്ലത് എന്നാ ഞാൻ. ചെറിയ വീടും പണ്ടത്തെ ഒരു ജീവിതം തന്നെയാ നല്ലത്. ഒന്നും ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഇപ്പം അപ്പൊ പറയുന്ന അത് ശരിയൊന്നുമല്ല. കാരണം നീട്ടനും കഷ്ടപ്പാടില് ആ കഷ്ടപ്പാടാന്ന് നീട്ടൻ വിചാരിച്ചിട്ടില്ല, ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തന്നെ എന്നോട് പറഞ്ഞത്.
അതല്ലേ ഞാനും വിചാരിച്ചിട്ടില്ല. എനിക്കും അതൊന്നും പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. സാമ്പത്തിക പ്രശ്നം ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ലാത്ത സമയത്തും തോന്നിയിട്ടില്ല. എന്നാലും ഇപ്പോഴാണ് എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യണ്ടേ എന്നുള്ളൊരു ഇത്. അന്നല്ല. ഈ മുമ്പ് മറ്റൊരു തമാശ കൂടി ഞാൻ പറയും. മാനന്തവാടിയുടെ ഒരു സമയത്ത് ശോഭന എൻ്റെ അടുത്ത് എപ്പോഴും ഓരോ ഷോട്ട് കഴിഞ്ഞാലും ഓരോരോ സംശയങ്ങൾ ചോദിക്കും. അത് ഇതിനെ പറ്റിയൊന്നുമല്ല. ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക ശോഭന. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണല്ലോ. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ടെക്നിക്കൊക്കെ അറിയുന്ന അവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വലിയ സംശയങ്ങളൊക്കെ ഇന്തുമാതിരി ഷോട്ടിൽ അങ്ക വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് തോന്നുന്ന മറുപടി ഞാൻ പറയും. അങ്ങനെ ഞാൻ അവിടെ ആൾക്കാർക്കൊന്നും അറിയുന്നില്ല. അപ്പൊ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞ് പിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്ത് അവരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ ലൊക്കേഷനിലുള്ള മുഴുവൻ ആൾക്കാരും ആ കഥ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അവരെ ഉപദ്രവിക്കാതെ എല്ലാവരും സമ്മതം പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതണം, സൂക്ഷിക്കണം, ആരും ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം മുകേഷൊക്കെ ഉണ്ട് ആ സമയത്ത് അവിടെ. മുകേഷ് ആ പടത്തിൽ അങ്ങനെ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെ മുകേഷ് ശോഭനയെ കണ്ട് അപ്പൊ സംസാരിക്കുന്ന കൂട്ടത്തിൽ മുകേഷ് വെച്ച് അന്നൊക്കെ അങ്ക ഒരു സ്ക്രിപ്റ്റ് എഴുതില്ല, അത് എപ്പോഴാച്ച്. അപ്പൊ ശോഭന അത് ശരിയായില്ല എന്നാണ്. അത് ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു. ശോഭനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു അത് ശരിയാവില്ല എന്ന്. അങ്ങനെ പറഞ്ഞു അല്ലേ? അത് സ്ക്രിപ്റ്റ് എഴുതിയില്ല. ഇല്ല. അത് ഈ മാനത്തെ വെള്ളിത്തേര് സിനിമയിൽ വെച്ചാണ് ഈ കഥകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പറയാനാണ് അന്നേ ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ പറയുമ്പോൾ ശോഭന എങ്ങനെയാണ് പ്രതികരിക്കണത്? ശോഭന ചിരിക്കും. അങ്ങനെ ഒത്തിരി കഥകളുണ്ടല്ലേ ഈ ശ്രീനിച്ചേട്ടന്റെ സിനിമയില്? ശ്രീനിച്ചേട്ടന് എഴുതിയ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ ഏതാണ്? അതായിരിക്കും എനിക്കിഷ്ടം. അതേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമ എനിക്കിഷ്ടമാണ്, സന്തോഷമാണ്. നമ്മളുടെ അധ്വാനം കൂടുതൽ ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ് സന്തോഷം. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഉള്ള ഒരു അംഗീകാരമായിട്ട് നമ്മളതിനെ കാണുന്നു. അതെ 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 അതെ. ഈ സത്യനന്ദിക്കാടുമായിട്ടുള്ള കൂട്ടുകെട്ടല്ലേ ശ്രീനിച്ചേട്ടന്റെ ഏറ്റവും ഹിറ്റുകൾ നന്നായിരുന്നു അല്ലേ? അല്ല, സത്യനും ആദ്യകാലത്ത് പ്രിയന്റെ കുറെ പടങ്ങൾ, പ്രിയന്റെ കൂടെയും കുറെ പടം ഇല്ലേ? നിങ്ങൾ ആ ഒരുമിച്ചുള്ള യാത്ര നല്ല രസമായിരുന്നു അന്ന് പ്രേക്ഷകർക്ക് അല്ലേ? പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹിക്കുന്ന യാത്രയാണ് നിങ്ങളുടെ യാത്രയൊക്കെ. പ്രിയൻ സാറ്, മോഹൻലാല്, ശ്രീനിച്ചേട്ടൻ, സത്യനന്ദിക്കാട് ചേട്ടൻ, ഇവരെല്ലാവരും ഒരുമിച്ചുള്ള യാത്ര ആളുകൾക്ക് ഇപ്പോഴും വലിയ താല്പര്യമാണ് അല്ലേ? അങ്ങനെ ഒരു പടമൊക്കെ നമുക്കിനി വേണ്ടേ? വേണ്ടതാണ്. മോഹൻലാല്, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ഇവരാരെങ്കിലും, പ്രിയദർശനോ അല്ലെങ്കിൽ സത്യനന്ദിക്കാടോ ഡയറക്ഷൻ, ശ്രീനിച്ചേട്ടന്റെ ഒരു സ്ക്രിപ്റ്റ്, മോഹൻലാലും ശ്രീനിച്ചേട്ടൻ ഒരുമിച്ച് അഭിനയിക്കും, അങ്ങനെ ഒരു സിനിമ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടേ? അന്ന് നമ്മള് പിന്നെ ആലോചിച്ചതും എടുത്തതുമായിട്ടുള്ള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളായിരുന്നു. സിമ്പിളായിരുന്നു. ഹ്യൂമറും ഭയങ്കര സ്ലാപ്സ്റ്റിക് കോമഡിയൊന്നുമല്ല. ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ചിരിയാണ് അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഭയങ്കര കഥയൊന്നുമില്ല. ഒരു ജോലിയില്ലാത്ത ഒരാള് സുഹൃത്തിനെ അന്വേഷിച്ച് സ്ഥലത്തേക്ക് വരികയാണ്, എന്നെ. അപ്പോൾ
ഒരു ജോലി കൊടുക്കാൻ എനിക്ക് കഴിവൊന്നുമില്ല. അങ്ങനെ ഇയാൾക്ക് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നീ ഒരു കൂർക്കയായിട്ട് ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട്. അവൻ കൂർക്കയാവാണ്. അത് വലിയ ഭയങ്കര കഥയൊന്നുമല്ല അത്. ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ് അതെ അതെ. അതിന് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ കഥ പോകുന്നത്. പക്ഷെ എല്ലാ രംഗങ്ങളും ആളുകൾ രസിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അത്. അതെ 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 അത് നല്ല രസമായിരുന്നു അത്. അതിപ്പം ശ്രീചേട്ടൻ പറഞ്ഞ ഒരു കൂർക്കയായിട്ട് മോഹൻലാൽ വരുന്നു, ലാലേട്ടൻ ഭയങ്കര നല്ല രീതിയിൽ അഭിനയിക്കുന്നു. നിങ്ങളുടെ സ്ക്രിപ്റ്റ്, നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലുള്ള സിനിമകള് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഇഷ്ടമാണല്ലോ, ഇപ്പോഴും കാണാൻ താല്പര്യമാണ്. സമാധാനം, സന്മനസ്സിലുള്ളവർക്ക് സമാധാനം. പിന്നെ ടി.പി. പറവല്ലമ്മ, അതിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയത്തിന് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതെ, ഭയങ്കര അഭിനയിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ അവാർഡ് കിട്ടിയ ആ സിനിമക്ക്. ആ സിനിമ അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക് അല്ലേ? ജൂറിക്ക് വരെ ഇഷ്ടപ്പെട്ട സിനിമയല്ലേ? അങ്ങനെ മോഹൻലാലുമായിട്ടുള്ള സിനിമകൾ ഒത്തിരി അല്ലേ നിങ്ങൾ ചോദിച്ചത് അല്ലേ? നാടോടിക്കാറ്റൊക്കെ ഒന്ന് ഓർത്താലേ അല്ലേ? ദാസനും വിജയനും. ഈ ദാസനും വിജയൻ അങ്ങനെ ഒരു പേര്, ആ ഒരു പേരിടാനുള്ള കാരണം, ദാസനും വിജയനും ആ സ്ക്രിപ്റ്റിൽ എഴുതുമ്പോ ആ ഒരു പേരിടാൻ കാരണം മധുരാഷ്ട്രയില് ഞാൻ ചെന്നപ്പോ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണമെങ്കിൽ എവിടെ താമസിക്കണം, അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വാടക കൊടുത്ത് താമസിക്കാനുള്ള യാതൊരു വകുപ്പും എനിക്കില്ല, പൈസ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നാട്ടിലെ എൻ്റെ സുഹൃത്തായ ദാസൻ എന്ന് പറഞ്ഞവൻ്റെ അവൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ പോയി താമസിച്ചത്. അതാണ് ശരിക്കും പറഞ്ഞ ദാസൻ. വിജയന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വിജയന് എത്രയോ ഉണ്ട്. ദാസൻ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു അഭയസ്ഥാനം തന്ന ആ സുഹൃത്തിന്റെ പേരാണ് ദാസൻ. അതെ, അതാണ് ആ പേരിനോട് ഇത്ര പ്രിയം അല്ലെ? ദാസനാണ് ഇത്ര പ്രിയം, കാരണം അതാണ് ആ പേരിനോടുള്ള താല്പര്യം. ആ പേരിന് ഒരു അർത്ഥമുണ്ടായത് അങ്ങനെയാണ് അല്ലെ? ആ ദാസനും വിജയന്റെയും കൂട്ടുകെട്ടുണ്ടല്ലോ എന്റെ ശ്രീനിച്ചേട്ടാ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും ജോലി എടുത്ത നിങ്ങളുടെ ആ കൂട്ടുകെട്ട് കാണുമ്പോ ഒക്കെ നമുക്ക് അസൂയായിരുന്നു. ഇനി ആളുകൾക്ക് അസൂയ കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയൊക്കെ വന്നെ. ഇനി നമുക്ക് വരില്ലേ? ഉറപ്പല്ലേ? മോഹൻലാലും ശ്രീനിവാസനും ഒന്നിക്കേണ്ട ഒരു സിനിമ ഉണ്ടാവും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമുണ്ട്. ഉണ്ട്. അതിന് പഴയ ആൾക്കാരും ശ്രമിക്കാറുണ്ട്. പഴയ ആൾക്കാര് ശ്രമിക്കാറുണ്ട്, വല്ലപ്പോഴും ശ്രമിക്കാറുണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കഥ ശ്രീചേട്ടൻ എഴുതണ്ടേ? നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്ന ഒരു കഥ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു കഥയായിട്ട് വന്നാൽ നിങ്ങൾ രണ്ടുപേരും വെച്ച് സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അതിൽ അഭിനയിക്കുമോ? അഭിനയിക്കും. മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കും, ലാലേട്ടന്റെ കൂടെ. നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളവരല്ലേ? പരസ്പരം നല്ല ഇഷ്ടമല്ലേ നിങ്ങള്? വെറുക്കാൻ കാരണങ്ങളൊന്നും വലുതായിട്ടുണ്ടായിട്ടില്ല. എങ്ങനെ വെറുക്കാൻ കാരണങ്ങളൊന്നും വലുതായിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതാണ് സത്യം, അതാണ് സത്യം. ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കാൻ നോക്കുന്നതല്ലാതെ നിങ്ങൾ തമ്മിൽ വെറുക്കാനൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വളച്ചൊടിച്ച് വേറെ എന്തെങ്കിലും വെറുപ്പിക്കാൻ ശ്രമിക്കും. അത് ചിലപ്പോ ഭയങ്കര സ്നേഹം കാണുമായിരിക്കും ചില കാരണങ്ങൾ കൊണ്ട്. ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെക്കുന്ന പ്രവർത്തനമല്ല, മനസ്സിലായി. അത് പൊതുവെ ആളുകൾക്ക് കുറച്ച് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. അതെ അതെ, അത് സ്വാഭാവികമാണ്. അല്ലെ, നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഒരു വെറുക്കലുമില്ല, ഒരു വഴക്കുമില്ല അല്ലെ? അല്ലെ ശ്രീചേട്ടാ? ആളുകൾ വെറുതെ പറയുന്നു നിങ്ങൾ തമ്മിൽ വലിയ ശത്രുതയാണ്. അതെ അതെ അതെ, അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. ഈ മോഹൻലാലുമായിട്ട് നിങ്ങൾ ജീവിതത്തില്, ലാലേട്ടനുമായിട്ടുള്ള ജീവിതത്തില് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുമോ? ഒന്ന് രണ്ടാഴ്ച ഓർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം.
അത് കളിയാക്കാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് പറയാം. അതുകൊണ്ട് വെച്ചാൽ അറിയാൻ കേട്ടോ പറയാത്ത. രണ്ടാഴ്ച ആലോചിച്ചതിന് അല്ല, ശേഷം ചെറിയൊരു ആലോചന പെട്ടെന്ന് തന്നെ ഒരു സാധനം പറഞ്ഞാൽ. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു സാധനം പറഞ്ഞു. പെട്ടെന്ന് പറയാൻ പറ്റൂല. ഒത്തിരി ഉണ്ടല്ലേ രസകരമായ മുഹൂർത്തങ്ങൾ. ഉണ്ട്. നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ യാത്ര ഒരുമിച്ചൊക്കെ ഒത്തിരി ചെയ്യാറുണ്ടല്ലോ ആ സിനിമാ സമയത്ത് അല്ലേ? ഹോട്ടലിലാണെങ്കിൽ ഒത്തിരി സമയത്ത് നിങ്ങൾ ചെലവഴിക്കുമല്ലോ. അപ്പോഴൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ സംസാരിച്ചതിൽ ഒരു കാര്യം എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇപ്പൊ ലാലേട്ടനുമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ശ്രീചേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റുകളുണ്ടല്ലോ. ആ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് വായിച്ചൊക്കെ കേൾക്കുമ്പോൾ മോഹൻലാലിനോട് എന്ന് പറഞ്ഞ വ്യക്തിയോട് വായിച്ച് കേൾക്കുമ്പോൾ ശ്രീനി ഇത് അവിടെ നിന്നൊന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചാൽ അത് നന്നായിരിക്കും. അപ്പം ശ്രീചേട്ടൻ ലാല അത് അങ്ങനെ ചെയ്താൽ അങ്ങനെയൊക്കെ ഒരു സംസാരമൊക്കെ നിങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാറുണ്ടല്ലേ? അത് ആശയവിനിമയം നടത്താറുണ്ട്. അത് ഗുണം ചെയ്യും സിനിമയ്ക്ക്. ഇങ്ങനെ കൊച്ചു പിള്ളേരെ നോക്കണേ ചേച്ചി. എന്നിട്ട് വേറെ കല്യാണം കഴിക്കണം പോലും. വേറെ കല്യാണം കഴിക്കണം പോലും. അപ്പൊ ചിരിക്കണുണ്ടോ? വേറെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ എല്ലാം തന്നെ അല്ലേ? അപ്പൊ ഞാൻ വിട്ടു പോകില്ല. വേറെ കല്യാണം അല്ലാതെ നല്ലത് അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ നല്ല ഫുഡൊക്കെ നല്ല ഫുഡ് തരുന്നത്. അതല്ലേ നമ്മൾ പറഞ്ഞു വെച്ചത് ഇതല്ലായിരുന്നോ? മോഹൻലാലും ശ്രീചേട്ടനുമായിട്ടുള്ള സിനിമ വരുന്നു അല്ലെ? പല ആൾക്കാരും കൂടെ ഒന്ന് ശ്രമിക്കണം അല്ലേ? എല്ലാ ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലേ? ആഗ്രഹമുണ്ട്. അത് എന്തിനാണ് എപ്പോഴും അതാണ് ഇഷ്ടം. അതല്ലേ? പക്ഷെ അതിന് കാരണം പ്ലാനൊന്നുമില്ല. പ്ലാനില്ല. പ്രിയനൊരു പ്ലാനുണ്ട്. പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഉടനെയൊക്കെ ഒരു സിനിമ വേണം നമുക്ക് അങ്ങനത്തെ. നിങ്ങളും ശ്രീനിച്ചേട്ടനും മോഹൻലാലും വീണ്ടും ഒരുമിച്ച്. വിനീത് ആഗ്രഹമുണ്ട്. ആർക്കാ? വിനീതിന് നമ്മുടെ വിനീതിന് ആഗ്രഹമുണ്ട്. അതായിരിക്കും ചിലപ്പോ ആദ്യം നടക്കുക. ചിലപ്പോ മോഹൻലാലിന്റെ ബർത്ത്ഡേ ആട്ട നാളെ. പുള്ളിക്ക് ബർത്ത്ഡേ ഉണ്ട്. പിന്നെ ബർത്ത്ഡേ ഇല്ല. ശ്രീചേട്ടന്റെ ബർത്ത്ഡേ ഇല്ല. എന്റെ ബർത്ത്ഡേ ഈ മാസമാണ്. എന്റെ ബർത്ത്ഡേ ഈ മാസമാണ് 21-ാം തീയതി. എത്ര വയസ്സായെന്ന് പറയാവോ? അതെന്താണ് നിങ്ങൾ അത്രയും കൂട്ടായിട്ട് വയസ്സായ? ശ്രീചേട്ടൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 72. എന്താണ് പറയാനുള്ളത് ലാലേട്ടൻ്റെ ഒരു ആശംസ? മോഹൻലാലിന്റെ ഈ ബർത്ത്ഡേക്ക് ആശംസിക്കാനുള്ളത്, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്നാണ്. ആ വിജയമായിരിക്കട്ടെ മോഹൻലാലിനുള്ള പിറന്നാൾ സമ്മാനം. മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് ഈ പെരുന്നാൾ ആശംസ വന്നിരിക്കുന്നത്. അതിന് അത് ചോദിക്കട്ടെ. അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. വിശന്ന് തുടങ്ങിയോ? അങ്ങനെ വിശന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് പോയാൽ മതി. ഈ നാടോടിക്കാറ്റ് സിനിമയിലെ എന്റെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്നത് ആ ഗൾഫിലേക്ക് പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മമ്മൂക്കായ കൊണ്ടുവന്ന് അസ്സലാമു അലൈക്കും വാലൈക്കും സലാം. മമ്മൂക്കായ ഇപ്പൊ നമ്മളെ വിട്ടു പോയല്ലോ, മരണപ്പെട്ടു പോയല്ലോ. മമ്മൂക്കായുമായിട്ടുള്ള ഒരു ഓർമ്മ എന്താണുള്ളത്? ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നതാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അന്ന് ഞാൻ കാണുമ്പോൾ നമുക്കായ അവിടുത്തെ സ്കിറ്റുകളിലും കോഴിക്കോട് ഭാഗത്തുള്ള ഗോവിന്ദപുരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ സ്കിറ്റുകളും മറ്റും അഭിനയിക്കുന്ന ഒരാളായിരുന്നു. അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമാ നടനായിട്ടില്ല. ഇന്ത്യയിൽ ഒരു വീടിൻ്റെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഡെക്കോർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കോഴിക്കോടുണ്ട്. അവിടുത്തെ ഒരു സ്ഥിരമാളാണ് മമ്മൂക്കയെ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ അശോകൻ എന്ന് പറഞ്ഞ ആളാണ്. എൻ്റെ നാട്ടിലെ വീടിൻ്റെ എല്ലാ വർക്കും ചെയ്ത അശോകനാണ്. അശോകന് ഞാനായിട്ട് ഭയങ്കര അടുപ്പമുണ്ട് കുറേ കാലമായിട്ട്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ പിന്നെ മാക്കിനോട് അടുപ്പം വെച്ച് കൊടുത്തിരുന്ന ആളാണ് അശോകൻ. അപ്പോൾ ഞാനും സിബിയും അലിയനും
ദൂരെ ദൂരെയുടെ കൂടുകൂട്ടാം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കോഴിക്കോട് മഹാറാണി ഇരുന്ന് കഥ സംസാരിക്കുകയാണ്. അവിടെ കഥ സംസാരിക്കുമ്പോൾ പല സംഭവങ്ങളുണ്ട്. ചില തമാശകൾ ഞാൻ പറയാം. അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് അരോമ മണി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ കഥ സംസാരിക്കുന്നതിനിടയിൽ വന്നിട്ട് പറയും, ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ എന്ത് കഥ വേണമെങ്കിൽ എടുത്തോളൂ, പക്ഷെ താഴോട്ട് പടം ഓടണമെങ്കിൽ എന്നുവെച്ചാൽ സി ക്ലാസ് അതുപോലെ സാധാരണ പാവങ്ങളുടെ ഇടയിൽ പടം ഓടണമെങ്കിൽ ഒരു 3 അടിയെങ്കിലും വേണം. അപ്പോ ഞാനൊരു ദിവസം പറഞ്ഞു, അങ്ങനെ അടിയുണ്ടാക്കാനുള്ള സീനൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എപ്പോഴും വന്നിട്ട് അടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ സിബിയോട് പറഞ്ഞു, ആ ക്യാരക്ടർ വേറൊരാളുടെ ഷർട്ടിന് പിടിക്കുന്ന ഒരു സീനുണ്ട്, അത് നമുക്ക് ഒരു അടിയൊക്കെ മാറ്റാൻ പറ്റുമോന്ന് ചോദിച്ചു. നമുക്ക് ശ്രമിച്ചു നോക്കുന്നതാണ്. അല്ല ഇയാളിങ്ങനെ മുടാതെ പിടിയിരിക്കുകയല്ല. അപ്പൊ ഇയാൾ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഒരടി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഒന്ന് പോലെ 3 അടി വേണം നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ താഴോട്ട് പോവില്ല. താഴോട്ട് പോകുന്നത് പക്ഷെ മേലോട്ട് എന്തായാലും പുള്ളിക്ക് കുഴപ്പമില്ല, താഴോട്ട് പോവില്ല. അതാണ് പുള്ളി പ്രശ്നം. ഞാൻ പറഞ്ഞു, ഇനി ഒരു അടി മാത്രമല്ല, അത് ഞാനും നിങ്ങളും ഏറ്റിക്കുന്നതാണ്. അപ്പൊ തന്നെ പുള്ളി എഴുന്നേറ്റ് പോയി. അല്ല, ദൂരെ മമ്മക്കോയെ പറ്റി പറഞ്ഞുണ്ട്. അപ്പൊ പിന്നെ അടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് സംശയം ഉണ്ടെന്ന ചിലപ്പോൾ ഇയാൾ സീരിയസ് ആയിട്ട് പറഞ്ഞാണെന്ന് പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അടിയുടെ പക്കത്ത് വരെ എത്തിയതാണ് പലപ്പോഴും. എന്നോട് എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പൈസ ആ പുള്ളിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉണ്ടോ, അതുകൊണ്ട് ഓർമ്മയില്ലാത്തതാണ്. എനിക്ക് ഇതല്ലാതെ പറയുന്ന ഓർമ്മിക്കാനില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ് നിങ്ങൾ തരുന്നത്. എനിക്ക് ഓർമ്മയില്ലാത്ത പൈസ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു വിളിച്ച്. ഞാൻ അതെ, അത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ലോട്ടറി എടുത്തിട്ട് അപ്പത്തിന് ഓഫീസിലേക്ക് പോയി. പുള്ളി അത് പ്രതീക്ഷിച്ചില്ല. അപ്പൊ വേറെ ഒരു 2 ആളവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നുണ്ട്. പേടിയാലും പുള്ളി ഇങ്ങനെ വന്ന് അതിൻ്റെ അവസാനം ഒരു തീരുമാനം എടുത്തിട്ട് പുറത്തേക്ക് വന്ന് ഞാൻ ചെന്ന് തള്ളാനാണെന്ന്. ഇയാളപ്പം വേറെ പലരും തള്ളിയിട്ടുള്ള ആളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തള്ളാനായിരിക്കും പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായി, തോന്നി. അങ്ങനെ പക്ഷെ ഞാൻ തീരുമാനിച്ചു, തള്ളാൻ വേണ്ടി ഇയാള് കൈ പൊക്കൂല്ലേ, ആ പൊക്കുന്ന സമയത്ത് എൻ്റെ അടി ഇയാൾക്ക് കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെന്ത് സംഭവിക്കുന്നുണ്ട് പിന്നത്തെ കാര്യം. പിന്നെ അയാള് ജയിക്കോ ഞാൻ ജയിക്കുന്നുണ്ടെന്നും പ്രശ്നമില്ല, അത് തടിയാക്കി ഞാൻ കൊടുക്കും. അപ്പൊ ഇയാള് കൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ പുറത്തേക്ക് വിളിച്ചു. അവിടെ ഇടനാഴിട്ടില്ല. അപ്പൊ ഇയാള് കൈവക്കി ഞാൻ തല്ലുന്നതിന് മുമ്പ് എൻ്റെ കൈ രണ്ടും പിടിച്ചിട്ട് പുള്ളി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട കാര്യമുണ്ട്. അവിടെ തീർന്ന പ്രശ്നം. ഇവിടെ പിന്നെ ഓഫീസിൽ ആളില്ല, നാളെ ഓഫീസിൽ ആള് വരുമ്പോ ഞാൻ അടുത്ത് വന്നേക്കാം പൈസ. പിറ്റേ ദിവസം ഞാൻ വിട്ടില്ല, അവിടെ പോയി വാങ്ങിച്ചു. അങ്ങനെ രോഹിതമായി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, അല്ല സംവിധാനം ചെയ്യാമെന്ന് ആഗ്രഹമില്ല, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ
അരോമക്ക് വേണ്ടി ഒരു പടം സംവിധാനം ചെയ്ത് തന്നൂടെ നീ ഞാൻ പറഞ്ഞു സംവിധാനം ചെയ്യുന്നതിനെ പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ അഥവാ എപ്പോഴും ആലോചിച്ചത് തന്നെ അരോമക്ക് വേണ്ടി ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അതെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കൽ വേറൊരു കാര്യം കൂടി പറയാം. അരോമ മാത്രമേ മലയാളത്തിന് ഈ പടം എടുക്കൂ എന്നുള്ള നിലവിലാണെങ്കിൽ ഞാൻ സിനിമ വിട്ട് പോയിക്കോളാം. അങ്ങനെയും പറഞ്ഞു. അപ്പൊ തീർച്ചയല്ല, എല്ലാ പ്രശ്നവും തീർന്നു. അതെ. ഇത് അദ്ദേഹമായിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ എല്ലാം പറഞ്ഞു പിരിഞ്ഞ് ഇങ്ങനെ തമാശ രീതിക്ക് എല്ലാം പറഞ്ഞു പിരിഞ്ഞു. ഇത് തമാശയല്ല, ഇത് സീരിയസ് ആയിരുന്നു അല്ലേ? തമാശ അല്ലായിരുന്നു. തമാശ തമാശ അടുത്ത തമാശക്ക് പറഞ്ഞു ഒഴിവാക്കാൻ പറയുമ്പോ തമാശക്ക് ചിന്തിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ. പക്ഷെ ഞാൻ ഗൗരവത്തിന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഗൗരവം ശരിക്കും മനസ്സിലായി. അതെ. അതിൽ പിന്നെ നിങ്ങൾ ഒന്നിച്ചിട്ടില്ല? ഒന്നിക്കാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. ആ ദിവസം ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടം അരമണി എന്ന് പറഞ്ഞ ആള് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ മമ്മൂട്ടിയാണ് എന്നെ വിളിക്കുന്നത്. എന്നോട് ഒരു റോളുണ്ട് ആ പടത്തിൽ, എന്തായാലും വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ അതുകൊണ്ട് എന്നെ എന്താ കാരണം ഞാൻ എൻ്റെ അല്പഭാഗം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും വരില്ല, എനിക്കെൻ്റെ വാക്ക് പാലിക്കണമെന്ന്. ഇതൊക്കെ പണ്ട് കിടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാലത്തേക്ക് ഓർമ്മിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു പണ്ട് കിടന്ന ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കും. അതെൻ്റെ ഒരാഗ്രഹമാണ്. അങ്ങനെ വിട്ടേക്കുന്നത്. ഭക്ഷണം കഴിക്കാം. ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട് നിർത്തും കേട്ടോ. ചേട്ടന്റെ കൂടെ അഭിനയിച്ച ഒത്തിരി നായികമാരുണ്ട് അല്ലെ? ഒത്തിരി നായികമാരുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നായികാരായിരുന്നു? ചേച്ചി നോക്കണുണ്ടോ കേട്ടോ? അഭിനയത്തിൽ ഉർവശിയാണ്. നിങ്ങൾ അഭിനയിച്ച സിനിമകളെല്ലാം അങ്ങനത്തെ സിനിമകളുമായിരുന്നു അല്ലെ? ഉർവശിയായിട്ടുള്ള അഭിനയിച്ച സിനിമകളിൽ അഭിനയിച്ച് പെൺമട്ടിടുന്ന താറാവ്, തലയാണ മന്ത്രം. കല്യാണ മന്ത്രത്തിൽ ഭയങ്കര രസകരമായ സീനുകൾ ഒത്തിരി ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഉർവശി ചേച്ചി എന്റെ ഇന്റർവ്യൂവിൽ കാര്യം പറഞ്ഞോളൂ, സിനീച്ചേട്ടന്റെ തമാശകളെ കുറിച്ച്. കല്യാണ മന്ത്രത്തിലുള്ള സംഭവമൊക്കെ എന്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ. ഇന്നലെ ഒരു പടം റിലീസായിരുന്നു ഉർവശി ചേച്ചിയുടെ. അതില് അതിന്റെ ഏത് കുറെ ഓർമ്മകൾ, സിനീച്ചേട്ടനുള്ള ഓർമ്മകളൊക്കെ രസകരമായ. അത്തരം ഒരു നടനില്ല. എല്ലാം ദേഷ്യത്തിലുണ്ടെങ്കിലും അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മളെടുത്ത് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാന്നൊക്കെ പറഞ്ഞു. ദേഷ്യം ഉണ്ടെങ്കിലും അത് ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നില്ല എന്ന് പറയണം. അപ്പോ അതിന് നല്ല പരസ്യം കൊടുക്കണം, എന്നെ പൊക്കി പറയുന്നതിന്റെ. എനിക്കത് ഭയങ്കര ഇഷ്ടം, എന്നെ ഇറങ്ങി പൊക്കി പറയുന്നത്. അവരാണും പറയാറില്ല. അല്ല, ഇപ്പൊ ശ്രീചേട്ടൻ തമ്മിലുള്ള എനിക്ക് അഭിനയത്തിൽ ഏറ്റവും നല്ല ഉർവശിയാണെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, എപ്പോഴും പറയാറുണ്ടല്ലേ? അതെ. അതിന്റെ എന്താ വെച്ചാല് മോഹൻലാലിന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ ഉണ്ടാക്കാൻ വേണ്ടി ഞാനും സത്യനന്ദിക്കാട്ടും കൂടി ശ്രീവത്സം എന്ന് പറഞ്ഞൊരു പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഗുരുവായൂര്, അവിടെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ പ്രൊഡ്യൂസർ അവിടുത്തെ തന്നെ ശശി, മുന്ദ്ര അതുകൊണ്ടാണ് അവിടെ പോയത്. അപ്പൊ മോഹൻലാലിന് വേണ്ടിയൊരു കഥയുണ്ടാക്കി. ആ കഥ ഇന്ന് വരെ സിനിമ ആയിട്ടില്ല, എന്നെങ്കിലും ഇനിയും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴെങ്കിലും എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒരു കഥയാക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. മോഹൻലാലിന്റെ ക്യാരക്ടർ ഒരു തഹസിൽദാരാണ്. പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വീട് ജപ്തി ചെയ്യാണ്. അതാണ് കഥയുടെ ലൈൻ. അപ്പൊ ആ ജപ്തി ചെയ്യുന്ന വീട്ടിലെ കഥാപാത്രങ്ങൾ പുള്ളിയുടെ തലയിലാകാണ്. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ട ദുരിതത്തിലേക്ക് വരുന്നതാണ്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്താറില്ല, പക്ഷെ ഇയാളുടെ തലയിലാവും. ഇയാളെ ഉദ്യോഗസ്ഥന് ജപ്തി ചെയ്യുമ്പോൾ ഇയാൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കഥയില് മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. നായിക ഉർവശിയാണ് തീരുമാനിച്ചിട്ടുണ്ട്.
മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. ഓരോ തവണ അടുത്ത മാസം എന്ന് പറയുമ്പോൾ അപ്പോൾ ഓരോ തവണ വേറെ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതെ. സത്യനന്ദിക്കാട് ഉർവശിയെ വിളിച്ചിട്ട് അവരുടെ ഡേറ്റ് മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മടുത്ത്. മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം മോഹൻലാൽ ഡേറ്റ് മാറ്റിയപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് മോഹൻലാലില്ലാത്തൊരു കഥയാലോചിക്കാം, ഉർവശിയോട് ഇനി പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഉർവശി നായികയായിട്ടുള്ള ഒരു കഥ എന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹൻലാൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് സത്യേട്ടനോടൊന്ന് പറയുന്ന വൃത്തികേടുകൊണ്ടാണ് ഞാനപ്പോൾ പറഞ്ഞ് ഈ വിഷയം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീരുമാനമെടുക്കണ്ട. നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോ? അതെ. അപ്പോൾ ഉർവശി മെയിൻ കഥാപാത്രമായിട്ടുള്ള ഒരു കഥയ്ക്ക് വേണ്ടി ആലോചിച്ചു. ഒരു ദിവസം രാമന് ഞാൻ പറഞ്ഞ ഒരു കഥ, ഒരു വരി കഥയാണ് പറഞ്ഞത്. അതാണ് സിനിമയായത്. ഞാൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്ന് ആലോചിക്കാം. ഭർത്താവിൻ്റെ വരുമാനത്തിനും അപ്പുറത്ത് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഭാര്യ. സത്യം പറഞ്ഞാൽ അത് കൊള്ളാമെന്നാണ്. അവനെ അത് പങ്കെടുക്കുക. ഒറ്റ വരിയാണ്. ആ കഥ ഇപ്പൊ എല്ലാവർക്കും ഇത് പേര് വരാതെ പ്രേക്ഷകർക്ക് മനസ്സിലായി ആ സിനിമ ഇപ്പൊ തന്നെ. അതെ. ഞങ്ങൾ ഇന്ന് കഥ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിനകം ഷൂട്ടിങ് തുടങ്ങി. തിരുവനന്തപുരത്ത്. ഗുരുവായൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ് തുടങ്ങി. അത്ര പെട്ടെന്ന് അതിൻ്റെ കഥയുടെ ലൈൻ, കാരണം ചില കഥകൾ അങ്ങനെയാണ്, പെട്ടെന്ന് ഇത് കഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആലോചിക്കാതെ തുടർന്നുള്ള സീനുകൾ എങ്ങനെ ഇത് ഉണ്ടാവണം എന്നുള്ളതും കൂടി തെളിഞ്ഞു വരും മനസ്സിൽ. ചില കഥകൾക്ക് അങ്ങനത്തെ ഗുണമുണ്ടാവും, ചില കഥകളിൽ നമ്മൾ പെട്ടുപോകും ചിലപ്പോ. അപ്പൊ അത്തരമുണ്ടായ ഒരു കഥകളാണ്. അങ്ങനെ ഒത്തിരി നല്ല കഥകൾ ഇനിയും ഉണ്ടാകണം. ഇനിയിപ്പം എനിക്ക് അതൊക്കെയാണ് ആവശ്യം. നിങ്ങളും ഗാന്ധി സെക്രട്ടേറിയറ്റിന്റെ സംഭവത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാവുന്ന പേര് അവർ സത്യന്റെ മുകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കോളനി, അവിടെ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ, കള്ളുമുടിയന്മാർ, പൈങ്കിളിൻ അവിടെ എഴുതുന്ന ആള്, അങ്ങനെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു കോളനിയില് കുറെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കണം. അതിൻ്റെ ഗാന്ധി സെക്രട്ടേറിയറ്റ് പേരിടാതെ. സത്യം പറഞ്ഞാൽ ആ പേര് കൊള്ളാമെന്ന്. പിന്നെ അതിനു വേണ്ടി പിടിച്ചപ്പോഴാണ് ആ കഥ ഉണ്ടായത്. ഭക്ഷണം കഴിക്കണ്ടേ? എന്നോണ്ടോ? എനിക്ക് ഇനിയും പറയണോ? എന്നെയും പൈസ വേണം. പൈസ പിന്നെ തരൂ. അല്ല, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നല്ല നല്ല സിനിമകൾ, ഒത്തിരി സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച, ലാലേട്ടൻ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ഇന്ന് നമ്മുടെ